നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ട് വരുന്ന അൻസാരി ഉസ്താദ്. ഈ അൻസാരി ഉസ്താദിന് തങ്ങളുപ്പാപ്പ എന്ന് പറയപ്പെടുന്ന ഈ നൂറെ ഹബീബിയുടെ വീട്ടിൽ ഒരു കൊടിമരമുണ്ടെന്നും അതിലേക്ക് ആളുകളൊക്കെ തന്നെ പൈസ നിക്ഷേപിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങളുപ്പാപ്പയുടെ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് നേരിട്ട് ഫോൺ ചെയ്യുകയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിയാണോ എന്ന രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ തങ്ങളുപ്പാപ്പ ഒന്ന് ഭയന്നു, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ പലതും പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അറിയില്ല. മറുപടി കൃത്യമായ മറുപടി തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ ഒരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട് എന്ന് പറയാം, അത് കച്ചവടമാക്കരുത്. തങ്ങൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്. ഈ ഒരു ഞാനത് ഇട്ട് കഴിഞ്ഞ ശേഷം കണ്ട് കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത്. ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. പൈസ ഇടാൻ പറഞ്ഞില്ലല്ലോ. ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. പിന്നെ അതായത് തങ്ങൾ പറയുന്നത് ഇതുപോലെ ഒരു പൈസ അവിടെ കുമിഞ്ഞു കൂടുന്നതോ അതല്ലെങ്കിൽ അവിടേക്ക് ആളുകൾ പൈസ നിക്ഷേപിക്കുന്ന കാര്യമോ ഒന്നും തന്നെ തനിക്ക് അറിയാൻ പാടില്ല എന്നും ഞാനത് ശ്രദ്ധിക്കാറില്ല എന്ന രീതിയിലാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ മുമ്പ് കാലത്ത് മുത്തുനബിക്കും ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വളരെ ലഘൂകരിച്ച് നബിയുമായി ഉപമിച്ച് അതിനെ തള്ളിക്കളയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ശരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പൈസ അതിലേക്ക് ആരാണോ ഇട്ടത് അവർക്ക് തിരിച്ചു നൽകുക, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇസ്ലാമിന്റെ പേര് കളിയും നിങ്ങൾ മതത്തെ കളിയാക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് വിമർശിക്കുകയും തങ്ങളിപ്പോൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഉസ്താദ് പറയുന്നതും കേട്ട് ഈ പൈസ ഇതിലേക്ക് ഇട്ടത് ആരാണെന്ന് ഒരിക്കലും തന്നെ ഈ തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ സാഹചര്യത്തിൽ ഈ പൈസയും എടുത്ത് ഇതിലേക്ക് ഇട്ടത് ആരാണോ എന്നും പറഞ്ഞ് ഓൺലൈനിലൂടെ വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ആ പൈസ തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന രീതിയിൽ ഇദ്ദേഹം തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് ആളുകൾക്ക് തിരിച്ചു നൽകേണ്ടി വരും എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ പറയുന്നത്. പക്ഷേ ഈ ഉസ്താദിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുപരിചിതനായി വരുന്ന ആളാണ്. അതിലും അപ്പുറം ആളുകൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി നൽകി ഇസ്ലാമിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗത്തിലൂടെ ഉൾക്കൊള്ളിച്ചാൽ അതല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകി ആളുകളുടെ കയ്യടി നേടുന്ന നല്ലൊരു ഉസ്താദാണ് ശരിക്കും പറഞ്ഞാൽ ഈ അൻസാരി ഉസ്താദ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതേപോലെ തന്നെയാണ് ഈ തങ്ങളുടെ കാര്യവും. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു പ്രകൃതം. അതായത് തങ്ങൾ എന്ത് പറയുന്നു അത് അനുസരിക്കാൻ ആയിരങ്ങൾ ലക്ഷങ്ങളുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ അവിടെയൊക്കെ ആളുകൾ കുമിഞ്ഞുകൂടുകയും അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് നൽകാൻ ആളുകൾ മത്സരിക്കുകയും ഒരുപാട് പ്രമുഖരായ പണക്കാരടക്കം അദ്ദേഹത്തിന് പിന്നാലെ അണിനിരക്കുകയും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിലൂടെ ഒരുപാട് സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ഇദ്ദേഹത്തിന് പിന്നാലെ അണിനിരക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി സ്വർണ്ണമാല അടക്കം ഊരി നൽകാൻ തയ്യാറാവുന്ന ആളുകളൊക്കെയും തന്നെ ഇദ്ദേഹത്തിന് പിന്നിലുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ വഴികൾ രണ്ട് തരത്തിലാണെങ്കിലും രണ്ടുപേരും യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നതിൽ സംശയമില്ല. പിന്നെ ഇതേ കേരളത്തിലാണ് സലാത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത്. സലാത്തിന്റെ പേരിൽ ഒരുപാട് വളർന്ന സ്ഥാപനങ്ങളൊക്കെയും തന്നെ അവിടെ എന്തോ പുണ്യമാക്കപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പൈസ പിരിക്കുന്ന ഒരുപാട് നിലപാടുകൾ ഒരുപാട് സംഭവങ്ങളൊക്കെയും തന്നെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊടി മുടി ഇങ്ങനെ പലതരത്തിലും പൈസ പിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മക്കത്ത് നബിയുടെ കാൽപ്പാടം പതിഞ്ഞ മണ്ണാണെന്ന് പറഞ്ഞ് വരെ ആളുകൾ പൈസ പിരിക്കുന്നുണ്ട്. അതൊക്കെയും തന്നെ നമ്മൾ ഓൺലൈനിലൂടെ കണ്ടിട്ടുണ്ട്. പലയിടത്തും ഇതിനെക്കുറിച്ച് വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവത്തിനെതിരെ ഒന്നും ഈ ഉസ്താദ് പ്രതികരിച്ച് കണ്ടില്ല. ഇദ്ദേഹം പ്രതികരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു തങ്ങൾക്കെതിരെയാണ്. കാരണം ഈ തങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ ഇദ്ദേഹം തിരിച്ചൊന്നും ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഉസ്താദിന് തന്നെ ഉണ്ടാവാൻ കാരണമുണ്ട്. ഈ തങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മുടിയുടെ പേരിൽ പൊടിയുടെ പേരിൽ സ്വലാത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്ത് പൈസ പിരിക്കുന്ന അതും തെറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും തന്നെ തെറ്റല്ലെങ്കിൽ ഒരിക്കലും ഈ തങ്ങൾ ചെയ്യുന്നതും തെറ്റല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ രണ്ടു പേരും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കെതിരെയും ഇതുപോലെ പ്രതികരിക്കണം.
ശരിക്കും പറഞ്ഞാൽ ഒരാളെ മാത്രം പിടിച്ച്, ഒരാളെ മാത്രം കാണിച്ച്, ഒരാൾക്കെതിരെ ഇതുപോലെ പ്രതികരിക്കുന്നതിന് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ ഉസ്താദ് അടക്കമുള്ളവരുടെ സ്ഥാപനത്തിലേക്ക് ആളുകൾ പൈസ പിരിക്കുന്ന സ്റ്റൈൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബിരിയാണി ചലഞ്ച്, കലണ്ടർ വിൽപ്പന, അങ്ങനെ പലതും ചെയ്ത് ആളുകളെ കൊണ്ട് ഒരാളെ പിരിവിന് വേണ്ടി തന്നെ നിയോഗിക്കുക. അദ്ദേഹം പോയി പിരിച്ച് പൈസ എടുത്തുകൊണ്ട് വരിക. അതിൽ 60% ഈ സ്ഥാപനത്തിനും 40% ഗീഷയിലേക്കും, ഇങ്ങനെ പലതരത്തിലും പലതരത്തിലും പിരിവ് നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തങ്ങളെ ഒന്ന് നന്നാക്കണം, തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന തോന്നൽ തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തങ്ങൾക്ക് ഫോൺ ചെയ്യുകയും കാര്യത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആ തങ്ങളോട് പറഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ചു നൽകണമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് തങ്ങൾ ശരിക്കും അനുസരിക്കും, നിഷ്കളങ്കനാണ്, തിരിച്ചൊന്നും പറയും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും പറയാതിരിക്കുകയും ഇതിനെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ഇത് ആയിരങ്ങൾക്ക് കാണിക്കേണ്ട വല്ല ആവശ്യവും ഉസ്താദിനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഈ തങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് മറുപടി നൽകുക, അതല്ലാതെ മുകളിലോട്ട് നോക്കി തുപ്പരുത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മേത്തേക്ക് തന്നെയാണ് തിരിച്ച് വീഴുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക.